ദേശീയ തലത്തിൽ വിവിധ ഏജൻസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളുടെ കൂട്ടായ്മയായ ടീം PSR കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതിന് ശേഷമുള്ള അവരുടെ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുകയാണ്. നേരത്തെ പ്രീപോൾ ഘട്ടത്തിൽ 2 സർവേ ഫലങ്ങൾ അവർ പുറത്തുവിട്ടിരുന്നു. അതിന് തുടർച്ചയായി ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ശരാശരി 10,000 വോട്ടർമാരിൽ നിന്ന് ഡാറ്റകൾ ശേഖരിച്ച് അവരുടെ 3ാമത്തെ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നു. അതിൽ UDF കേരളത്തിൽ 85 വരെ സീറ്റുകൾ നേടി അധികാരത്തിലെത്തും എന്ന സൂചനയാണ് അവർ നൽകുന്നത്. ഇപ്പോൾ UDF കണക്ക് കൂട്ടുന്നത് പോലെ 100ഉം അതിനപ്പുറവും ഒന്നും പോകില്ല. 77 മുതൽ 85 വരെ സീറ്റ് UDFന് നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ സർവേ ചൂണ്ടിക്കാട്ടുകയാണ്. 54 മുതൽ 63 വരെ സീറ്റാണ് LDFന് ടീം PSR പ്രവചിക്കുന്നത്. BJPക്ക് 1 മുതൽ 3 വരെ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ സംപൂജ്യരാകുന്ന ഒരു സാഹചര്യം BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലില്ല എന്നർത്ഥം. അപ്പോൾ പരമാവധി LDFന് കിട്ടാൻ സാധ്യതയുള്ളത് 63 സീറ്റുകൾ. UDFന് അത് 85 വരെ ആകാം, കുറഞ്ഞാലും 77, അതായത് കേവല ഭൂരിപക്ഷം മറികടക്കുന്ന സാഹചര്യം ഉണ്ടാകും. LDFന് പരമാവധി 63 സീറ്റുകൾ വരെ മാത്രമേ പോകാനാകൂ എന്നാണ് ഈ സർവേ പറയുന്നത്. അവർ ജില്ല തിരിച്ച് ഓരോ നിയോജക മണ്ഡലം തിരിച്ച് ആർക്കാണ് നിലവിലെ മുൻതൂക്കം എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഓരോ ജില്ലകളുടെയും സ്ഥിതി എന്താണ് എന്നുള്ളത് വിശദമായി നമുക്ക് പിന്നീട് പരിശോധിക്കാം. പക്ഷേ ആ ജില്ലകളുടെ ഒരു പൊതുചിത്രം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ UDFന് 44% വരെ വോട്ട് നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 38% വോട്ട് മാത്രമേ LDFന് നേടാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. BJPക്ക് 16. ഈ PSRന്റെ ആദ്യ സർവേയിൽ വോട്ട് വിഹിതത്തിൽ LDF മുന്നിലെത്തുകയും സീറ്റ് എണ്ണത്തിൽ ഒരു നേരിയ മുൻതൂക്കം UDFന് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ സാഹചര്യം മാറിയിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ LDFനെതിരായിട്ടുള്ള ഒരു വികാരം കേരളത്തിൽ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്ന് ഈ സർവേ പറയുന്നു. ഒരുപാട് സർവേകൾ വരുന്നുണ്ട്. ഇപ്പോൾ ന്യൂസ് 18ന്റെ വേണ്ടി വോട്ട് വൈബ് നടത്തിയ സർവേയിൽ ഒരു നേരിയ മുൻതൂക്കം LDFനാണ് പ്രവചിക്കുന്നത്. കേവല ഭൂരിപക്ഷം മറികടന്നുള്ള സീറ്റുകൾ നേടാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിന് സേഫായി ജയിച്ചു കയറാവുന്ന 50-ലധികം സീറ്റുകൾ ഉണ്ട് എന്നുള്ള ഒരു ധാരണയുടെ കൂടി അടിസ്ഥാനത്തിൽ തുടർച്ചയായി 3 വട്ടം LDF വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ള സാഹചര്യത്തിൽ ഒരു 54 സീറ്റുകൾ വരെ LDFന് സുഗമമായി നേടാനാകുമെന്നുള്ള കണക്കുകൂട്ടൽ ഉള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ടീം PSR LDFന് സ്വാധീനമുള്ള വടക്കൻ മേഖലയിൽ വലിയ അട്ടിമറികൾ ഉണ്ടാകും എന്നുള്ള സൂചന നൽകുന്നത്. 10 ജില്ലകളിൽ ഇത്തവണ ആധിപത്യം UDFനായിരിക്കും എന്നതാണ്. ഇപ്പോൾ കണ്ണൂരും തൃശ്ശൂരും പാലക്കാടും തിരുവനന്തപുരവും ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ജില്ലകളിലും UDFനായിരിക്കും മുൻതൂക്കം എന്നതാണ്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും അടക്കം ഇത്തവണ, കൊല്ലത്തും അടക്കം ഇത്തവണ ഒരു നേരിയ മുൻതൂക്കം UDFന് എടുക്കാനാകും എന്നുള്ളതാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. തിരുവനന്തപുരത്ത് പക്ഷേ LDFന്റെ ആധിപത്യം തുടരും എന്നുള്ള സൂചന അവർ നൽകുന്നു. തിരുവനന്തപുരത്ത് BJP അക്കൗണ്ട് തുറക്കും എന്ന സൂചനയും ഈ സർവേ നൽകുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് 14 സീറ്റിൽ ഇപ്പോഴും 10 സീറ്റുകൾ വരെ നേടാനുള്ള സാഹചര്യം LDFനുണ്ട്. പക്ഷേ തൊട്ടടുത്ത കൊല്ലത്തേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. കൊല്ലത്ത് കഴിഞ്ഞ തവണ പുലർത്തിയിരുന്ന ഒരു സർവാധിപത്യം 9 സീറ്റുകൾ വരെ നേടിയിരുന്നവർക്ക് ഇത്തവണ അതിൽ ഗണ്യമായി നഷ്ടമുണ്ടാകുമെന്നുള്ള സൂചന നൽകുന്നു. പല അവരുടെ സുരക്ഷിത സീറ്റുകൾ എന്ന് കരുതുന്നയിടത്തും അട്ടിമറി ഉണ്ടായേക്കുമെന്ന് പറയുന്നു. കണ്ണൂരിൽ അത്തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. കാസർഗോഡ് കഴിഞ്ഞ തവണ 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന UDFന് ഇക്കുറി 4 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിശക്തമായി തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം വടക്കൻ മേഖലകളിൽ, ഈ മലപ്പുറത്താണെങ്കിൽ കഴിഞ്ഞ തവണ 4 സീറ്റുകൾ LDFന് നേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ 16 സീറ്റുകളും UDFന് അനുകൂലമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ടീം PSR ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിൻ്റെ പ്രതീതി ഈ തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എങ്കിലും വടക്കൻ കേരളത്തിൽ UDFന് അനുകൂലമായൊരു വികാരം, LDFന്റെ ഒരു സേഫ് സോൺ എന്ന് പറയുന്ന കോഴിക്കോട് പോലും അവർ കടപുഴകി വീഴും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ UDFന് 1 സീറ്റ് മാത്രം കിട്ടിയ തൃശ്ശൂരിൽ അവിടെ നിന്ന് 3 സീറ്റുകൾ വരെ നേടാനുള്ള സാഹചര്യം UDFനുണ്ട്. തൃശ്ശൂരിലും പാലക്കാടും മാത്രമാണ് അങ്ങോട്ട് നോക്കുമ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിത താവളങ്ങൾ എന്ന് പറയാവുന്നവ എന്നുള്ളതാണ് ഈ PSRന്റെ സർവേയിൽ വ്യക്തമാകുന്ന കാര്യം.
എന്തായാലും ജില്ല തിരിച്ച് മണ്ഡലം തിരിച്ച് എത്ര ശതമാനം വോട്ട് അവിടെ ഒരു ക്ലോസ് ഫൈറ്റ്, അതിൽ പലതും ക്ലോസ് ഫൈറ്റിലേക്ക് വരുന്ന സീറ്റുകളുണ്ട്. അവരുടെ നിഗമന പ്രകാരം അത് എങ്ങനെയാണ് എന്നുള്ളത് തുടർ വീഡിയോകളിൽ നമുക്ക് പരിശോധിക്കാം. എന്തായാലും സാഹചര്യം ഇതാണ്. ഏതായാലും കഴിഞ്ഞ തവണ വെറും 3 ജില്ലകളിൽ മാത്രം ലീഡ് നേടാൻ സാധിച്ച UDF, അതും ലീഗിന് സ്വാധീനമുള്ള മലപ്പുറം, കോൺഗ്രസിന്റെ പരമ്പരാഗത തട്ടകമായ എറണാകുളം, വയനാട്, ഈ 3 ജില്ലകളിലാണ് കഴിഞ്ഞ തവണ നേടിയത്. അവിടെ നിന്ന് 10 ജില്ലകളിൽ ലീഡ് നേടാൻ കഴിയുന്ന തരത്തിലേക്ക്, 1ഉം 2ഉം ഒക്കെ സീറ്റുകൾ ഉണ്ടായിരുന്ന പലയിടങ്ങളിലും അത് ഗണ്യമായി ഉയർത്താൻ കഴിയുന്ന തരത്തിലേക്ക് UDF മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ടീം PSRന്റെ ഈ വിശദമായ സർവേ പറയുന്നത്. മാർച്ച് 15 മുതൽ 22 വരെയുള്ള കാലയളവിലാണ് ഈ സർവേ നടത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ചിത്രം ഏറെക്കുറെ തെളിഞ്ഞതിന് ശേഷമുള്ള ഈ PSRന്റെ സർവേ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ UDFന് അനുകൂലമായ ഒരു വികാരം കേരളത്തിലുണ്ട് എന്നുള്ള സൂചന അവർ നൽകുന്നു. മറ്റ് പുറത്തു വന്നിരിക്കുന്ന പല സർവേകളിലും LDFന് അനുകൂലമായ വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ടീം PSR, നമ്മൾ ആദ്യഘട്ടം മുതൽ ടീം PSRന്റെ സർവേയെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ടീം PSR ഇക്കുറി UDFന് സുരക്ഷിതമായി വിജയം നേടാനാകും എന്ന സൂചന നൽകിക്കൊണ്ടാണ് ജില്ലകൾ തിരിച്ചുള്ള, നിയോജക മണ്ഡലങ്ങൾ തിരിച്ചുള്ള അവരുടെ സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. എല്ലാ സർവേ ഏജൻസികളും എന്നതുപോലെ ലോക് പോൾ എന്ന് പറയുന്ന ഏജൻസിയും കുറേ ശരിയായ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്, കുറേ തെറ്റായ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക് പോൾ അവർ 2020 അവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അവരുടെ ആദ്യ വർഷത്തിൽ നടത്തിയ പ്രവചനം കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫെബ്രുവരിയിൽ 2021 ഫെബ്രുവരിയിൽ അവർ നടത്തിയ പ്രവചനം 75 മുതൽ 80 സീറ്റുകൾ വരെ നേടി LDF അധികാരത്തിൽ തുടരും എന്നുള്ളതായിരുന്നു. UDFന് 60 മുതൽ 65 വരെ സീറ്റ്, ഒരു ക്ലോസ് ഫൈറ്റിൻ്റെയൊക്കെ സാധ്യത അതിനകത്ത് അവർ നൽകിയിരുന്നു. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പ്രീപോൾ ഘട്ടത്തിൽ ഒരാൾ പോലും LDF 90 കടന്നു പോകുമെന്ന് പറഞ്ഞിരുന്നില്ല. തുടർഭരണം ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രവചിച്ചിരുന്നുവെങ്കിലും അതൊരു നെക്ക് ടു നെക്ക് പോരാട്ടത്തിനൊടുവിലായിരിക്കും എന്നുള്ള സൂചനയാണ് നൽകിയിരുന്നത്. ഒരു തുടർഭരണം 90 സീറ്റുകൾ നേടി അതിനപ്പുറത്തേക്ക് കടന്ന് 99 എത്തി നിൽക്കും എന്നുള്ള പ്രവചനം ആരും നടത്തിയിരുന്നില്ല. ആ ഘട്ടത്തിലും UDF അധികാരത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് പ്രവചിച്ചിരുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല ലോക് പോൾ ഉണ്ടായിരുന്നത്. അവർ 75 മുതൽ 80 സീറ്റുകൾ വരെ LDFന് നേടാൻ സാധിക്കും എന്നുള്ള പ്രവചനം നടത്തി. അപ്പോൾ അതിന് മുകളിലേക്ക്, നല്ല മുകളിലേക്ക് 20 സീറ്റ് വരെ ഒരു വ്യത്യാസം ആ റേഞ്ചിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് നല്ല വ്യത്യാസമാണ്. പക്ഷേ കേരളത്തിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ അന്നും അവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ 5 വർഷം പിന്നിടുമ്പോൾ ലോക് പോളും കുറേ കൂടി വിപുലമായി ശാസ്ത്രീയമായി ഈ വിശകലനങ്ങൾ നടത്താൻ കഴിവുള്ളവരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഈ സർവേ ഫലത്തെ അങ്ങനെ അപ്പാടെ തള്ളിക്കളയേണ്ടതില്ല. നമ്മൾ കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്തുള്ള ഒരു ഏജൻസി എത്ര സമഗ്രമായാണ് ആ സർവേ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ അവരുടെ ഡാറ്റകൾ പരിശോധിച്ചാൽ മതി.